അന്നേരം കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? കോലൻ പാമ്പ്. കോലൻ പാമ്പാണ്. എന്താണ് കഥയുടെ പേര്? കോലൻ പാമ്പ്. ഒരു ഇഴജന്തുവാണ് ഏത്? പാമ്പ്. പാമ്പ് എവിടാ താമസിക്കുന്നതെന്ന് അറിയാവോ? നമ്മളെല്ലാം താമസിക്കുന്നത് എവിടാ? വീട്ടിൽ. അന്നേരം ഈ പാമ്പ് താമസിക്കുന്നത് മാളത്തിലാണ്. മാളം എന്ന് പറഞ്ഞാൽ ഈ കയ്യാലയിലൊക്കെ ചെറിയ ദ്വാരങ്ങൾ കാണും. അതിന് പറയുന്ന വേറൊരു പേരാണെന്ത്? മാളം. അങ്ങനെ കോലൻ പാമ്പ് ഒരു പാടവരമ്പത്തെ മാളത്തിലാ താമസിക്കുന്നത്. എവിടാ താമസിക്കുന്നത്? പാടവരമ്പത്തെ മാളത്തിലാണ് താമസിക്കുന്നത്. അങ്ങനെ കോലൻ പാമ്പിന് വിശന്നിട്ട് വയ്യ. എന്ത് വയ്യ? വിശന്നിട്ട് വയ്യ. ഇങ്ങനെ കോലൻ മാളത്തിൽ നിന്നും മെല്ലെ പുറത്തിറങ്ങി. ഇതേ മാളത്തിൽ നിന്നും മെല്ലെ പുറത്തിറങ്ങി. ഇതൊരു ചെറിയ മീനിനെ തിന്നതാ. എന്ത് ചെയ്തതാ? ഒരു ചെറിയ മീനിനെ തിന്നതാ. പിന്നെ ഒന്നും കഴിച്ചില്ല. വിശന്നിട്ട് എഴയാൻ വയ്യ. പയ്യെ ഇഴഞ്ഞാണ് പോകുന്നത്. അപ്പോഴാണ് അവൻ ഓർത്തത്, എത്ര കാലമായ ഒരു തവളയെ തിന്നിട്ട്. എന്തേന്നിട്ട്? എത്ര കാലമായ ഒരു തവളയെ തിന്നിട്ട്. തവളയുടെ ഇറച്ചിയുടെ രുചി ഓർത്തപ്പം കോലന്റെ വായിൽ വെള്ളമുറി. എന്തേത്? അവന് വെള്ളമുറി. അന്നേരം അവൻ ഓർത്തു, എന്ത് ചെയ്തു? ഈ ഇടയായി വയലിൽ എന്ത് ചെയ്തു? മരുന്നടിച്ചു. എന്തേ? വയലിൽ അന്നേരം നമ്മള് താരികധാര പഠിച്ചില്ലായിരുന്നോ? അന്നേരം ഒരു ചെറിയ ഒരു പിടി ഞാറെടുത്ത് നട്ട് അല്ലേ? ആ ഞാറുകളെല്ലാം വളർന്നു വരുന്നതിന്, അതിന് അസുഖമൊന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി മനുഷ്യരായ നമ്മൾ മരുന്നടിക്കും. അങ്ങനെ ആ മരുന്നടിച്ചപ്പം ഈ ചെറു ജീവികൾക്കെല്ലാം ദോഷവാ. അപ്പോൾ ഈ വയലിൽ മരുന്നടിച്ചപ്പോ ആ തവളകളെല്ലാം ചത്തു വീണു. എന്തേത്? ചത്തു വീണു. എല്ലാം ചത്തുപോയി. അത് ഓർത്തപ്പോൾ കോലന്റെ കണ്ണ് നിറഞ്ഞു. എന്തേത്? കോലന്റെ കണ്ണ് നിറഞ്ഞു. അത് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു തവള ചെളിയെല്ലാം പുരണ്ട് അതിൽ നിന്നും ഇഴഞ്ഞു വന്നു. അപ്പോ കോലന്റെ ഭാര്യയായ നീലി എന്ത് ചെയ്തു? ആ തവളയുടെ മുകളിൽ ചാടി വീണു. എന്തേത്? അതിനെ അങ്ങ് അകത്താക്കി വിഴുങ്ങി. എന്തേത്? ഇത് നമ്മുടെ കണക്ക് പല്ലുകൊണ്ട് ചവച്ചല്ല തിന്നുന്നേ. പാമ്പുകൾ വിഴുങ്ങിയാ ചെയ്യുന്നത്. എന്തേത്? അതിലൊരു തവളയെ പിടിച്ച് നീലിപ്പാമ്പ് വിഴുങ്ങി. എന്തേതു? വിഴുങ്ങി. അപ്പോൾ ഈ വയലിൽ നിന്നും മരുന്നടിച്ചത് കൊണ്ട് ആ മരുന്ന് ദേഹത്തെല്ലാം പറ്റിയ തവളയായിരുന്നു. അതിന് വയ്യാതെ ചാടി അത് പോവുകയായിരുന്നു. അതിനെ തിന്നപ്പോഴത്തേക്കും നീലിപ്പാമ്പ് എന്ത് ചെയ്തു? ചത്തുപോയി. എന്തേത്? നീലിപ്പാമ്പ് ചത്തുപോയി. ഇതിന് തന്റെ ഭാര്യയുടെ കാര്യം ഓർത്തപ്പം കോലപ്പാമ്പിന് സങ്കടമായി. എന്തായി? കോലപ്പാമ്പിന് സങ്കടമായി. അങ്ങനെ ഓർത്ത് അവൻ പയ്യെ ഇഴഞ്ഞിഴഞ്ഞ് കരയിലെത്തി. എവിടെത്തി? കരയിലെത്തിയപ്പോ അതാ ഭയങ്കര നാറ്റം. എന്താ? ഭയങ്കര നാറ്റം. വയലിൽ നോക്കിയപ്പോഴോ പ്ലാസ്റ്റിക് കവറും കുപ്പികളും ചവറുകളെല്ലാം നിറഞ്ഞ് വയല് മാലിന്യമായി. എന്തായി? അഴുക്കായി. അതിന്റെ വാടയാണ് അല്ലേ? അങ്ങനെ ഈ കവറുകളും കുപ്പികളും എല്ലാം ഈ വയലിലേക്ക് വലിച്ചെറിയുന്നത് ആരാ വലിച്ചെറിയുന്നേ? മനുഷ്യര്, ആൾക്കാര്. ആരാ? നമ്മളെ പോലുള്ള ആൾക്കാരല്ലേ വലിച്ചെറിയുന്നേ? ടീച്ചർ പറഞ്ഞിട്ടില്ലേ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയാമോ? ഇല്ല. പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയോ? ഇല്ല. ഇതെല്ലാം ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മളതെല്ലാം ഹരിതകർമ്മസേനക്കാര് നമ്മുടെ വീട്ടിൽ വരത്തില്ലേ? അന്നേരം അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ കോലൻ പാമ്പ് ആലോചിച്ചു, തന്റെ ചെറുപ്പകാലത്ത് എന്തുവാ ആ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന മീനുകളെല്ലാം കാണാമായിരുന്നു. കണ്ണീര് പോലുള്ള വെള്ളമായിരുന്നു. എങ്ങനത്തെ വെള്ളമായിരുന്നു? കണ്ണീര് പോലുള്ള വെള്ളമായിരുന്നു. ഇപ്പോൾ ആ വെള്ളത്തിൽ നമ്മളെ പോലുള്ള മനുഷ്യർ കവറുകളും കുപ്പികളും എല്ലാം വലിച്ചെറിഞ്ഞാണ് ഈ വെള്ളമെല്ലാം. ഇത് എല്ലാം ജനങ്ങൾ അടയും. വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇതെല്ലാം അടയും. പക്ഷെ അന്നേരം ഈ വെള്ളം ഒഴുകി പോകാൻ പറ്റുമോ? ഒഴുകി പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം ഒന്നിച്ചു നിന്ന് ഇതെല്ലാം ചെടിയാവും. എന്താവും? ചെടിയാവും. അതാണ് ആ വയലിലെല്ലാം നാറ്റം വന്നത്. എന്തേത്? നാറ്റം വന്നത്. അങ്ങനെ കോലമ്പാമ്പ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്ലും എന്നൊരു സൗണ്ട്. എന്താ? വെള്ളത്തിൽ ബ്ലും എന്നൊരു സൗണ്ട് കേട്ടില്ലേ? വെള്ളത്തിൽ എന്ത് വീണാലും അങ്ങനെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. എന്താ കേൾക്കുന്നത്? ബ്ലും എന്നൊരു
ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ നോക്കിയപ്പോ ഒരു തവള. അപ്പോൾ വിശന്നിരിക്കുകയല്ലേ കോലം പാമ്പ്. അതിനെ കോലം പാമ്പ് വിചാരിച്ചു അതിലേക്ക് പിടിക്കാന്ന്. എന്നിട്ടാണ് അവൻ ഓർത്തത് തന്റെ ഭാര്യയായ നീലി തവളയെ ചെന്നപ്പോ എന്തോ പറ്റി, ചത്തുപോയില്ലേ. അപ്പൊ കോലം പാമ്പ് പറഞ്ഞു, വേണ്ട, എനിക്ക് തവളയെ വേണ്ട, എനിക്കും അതായിരിക്കും സംഭവിക്കുന്നത്. കോലൻ തിരിഞ്ഞു നടന്നു അല്ലേ. ഇനി ആരെങ്കിലും പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിയുവോ? പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുവോ? ഒന്നും വലിച്ചെറിയത്തില്ല. വീട്ടിൽ ചെന്നാലും അമ്മയടുത്ത് പറയുവോ? ഇതെല്ലാം പറയത്തില്ലേ? അമ്മയടുത്ത് പറയത്തില്ലേ ഇതൊന്നും വലിച്ചെറിയല്ലോ എന്ന്? ഇതെല്ലാം നമ്മൾ അംഗൻവാടിയിൽ ഇത് വെവ്വേറെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? അതുപോലെ സൂക്ഷിച്ചു വെച്ച് ആർക്ക് കൊടുക്കും? പ്ലാസ്റ്റിക് എടുക്കാൻ വരത്തില്ലയോ? അവർക്ക് കൊടുക്കും അല്ലേ?